നോട്ടെ, അത് അമ്മയോട് ചോദിച്ചേക്കാം, അമ്മയ്ക്ക് അറിയാലോ. അത് ശ്രീലങ്കയുടെ പതാക. അറിയാലോ. എന്ത് പിടിച്ചിരിക്കണേ? അതാ, അതിനെ ഒരു ഭയങ്കര ഒരു കഥയാണ് അത് സംഭവത്തിന്. എന്താ പറഞ്ഞത് കേക്കണോ? ശരി, കറക്റ്റ് കേട്ടോ. അത് പറഞ്ഞ അത് ആ രാജ്യം ഏതാണ്? ശ്രീലങ്കയല്ലേ? ശ്രീലങ്ക പണ്ട് രാജഭരണ കാലത്തെ അവിടുത്തെ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് കല്യാണപ്രായമായപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹം വന്നു. അപ്പോൾ ആ രാജാവിന് ഭയങ്കര സുന്ദരിയായിട്ടുള്ള, ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരിയായിരിക്കും എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഭടന്മാരോടൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ രാജ്യത്ത് പോയിട്ട് നല്ല സുന്ദരികളെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഭടന്മാർ ഇതെല്ലാം ഇവിടെ എല്ലാം കറങ്ങി അവസാനം അവർ 30 സുന്ദരികളെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുന്നിൽ നിർത്തി. 30 അടിപൊളി സുന്ദരികൾ, ഈ അമ്മേനമായി നിന്റെ അത്ര ഒന്നുമില്ല. ഓക്കെ, 30 സുന്ദരികളെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ 30 ഒന്നിനൊന്ന് അടിപൊളി സുന്ദരികൾ, എല്ലാം നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. അപ്പോൾ രാജാവ് എങ്ങനെയൊക്കെയോ സെലക്ട് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് അവസാനം 10 എണ്ണത്തിനെ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് മാറ്റി വെച്ച് ബാക്കി 20 സമ്മാനമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. അപ്പോൾ ബാക്കി എത്ര സുന്ദരിയുണ്ട്? 10 സുന്ദരിയുണ്ട്. അപ്പോൾ ഈ 10 സുന്ദരികളിൽ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജാവിന് ആശയക്കുഴപ്പമായിട്ട് രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ 10 പേർക്കും ഒരു മത്സരം വെച്ച്. അതെന്താ വെച്ചാൽ ഈ മത്സ്യകന്യക ഈ 10 പേർക്കും പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഏറ്റവും നല്ല ഭംഗിയിൽ ആരാണോ മത്സ്യകന്യക വരച്ചിട്ട് കൊണ്ടുവരുന്നത് അവരെ ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ 10 പേർക്കും ഈ പേപ്പറും കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നലെ വേണമെന്നില്ല, പോയി വീട്ടിലൊക്കെ പോയിട്ട് ഇന്നേക്ക് 10-ാം ദിവസം വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും 10 പേപ്പറായിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. 10-ാമത്തെ ദിവസം ഇവരെല്ലാവരും രാജാവിലേക്ക് വന്നു. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതിൽ 9 പേരുടെ കയ്യിലും നല്ല ഭംഗിയായിട്ട് വരച്ച മത്സ്യകന്യുണ്ട്. പക്ഷെ ഒരാളുടെ കയ്യിൽ മാത്രം ആ പേപ്പർ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ രാജാവ് വെച്ചു, എന്താ നീ മാത്രം വരച്ചില്ലാന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, പെണ്ണല്ല, അത് ഭയങ്കര സുന്ദര രാജകുമാരി തന്നെയാണ്. ആൾ പറഞ്ഞു, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റാതായത്. ഉടൻ തന്നെ രാജാവ് പറഞ്ഞു, ശരി, ബാക്കിയുള്ള 9 പേരും ഇതേ മരത്തിൽ നിന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഈ വരച്ചു കൊണ്ടുവന്ന മരത്തിൽ തന്നെ വരച്ച് കാണിക്കാൻ പറഞ്ഞു. അവർക്ക് വരയ്ക്കാൻ പറ്റിയില്ല. എന്താ കാരണം? അവരൊക്കെ വീട്ടിൽ പോയിട്ട് ആൾക്കാരെ കൊണ്ട് വരപ്പിച്ചതും അങ്ങനെയൊക്കെ രാജാവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് വരപ്പിച്ചതൊക്കെ വന്നതാണ്. അപ്പോൾ ഈ പെണ്ണാണ് സത്യസന്ധമായിട്ട് പറഞ്ഞത്, ബാക്കിയുള്ളവരും ഉടായ്പല്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ചിട്ട് ഈ രാജകുമാരനെ കല്യാണം കഴിച്ചിട്ട് അവർ സുഖമായി സന്തോഷമായി ജീവിച്ചു. അങ്ങനെ കഥ കഴിഞ്ഞു. അതെനിക്കറിയില്ല, അതെനിക്കറിയുള്ളൂ.